നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഒരു യുവാവ് എക്സിബിഷൻ കാണാൻ പോയി. അവിടെ 3 മുറികൾ സംഘാടകരിൽ ഒരാൾ യുവാവിന് കാണിച്ചു കൊടുത്ത ശേഷം പറഞ്ഞു, ഈ മുറികളിൽ ആദ്യത്തേതിൽ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. 2ാമത്തെ മുറിയിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ. 3ാമത്തെ മുറിയിൽ ലഹരി പദാർത്ഥമാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ആദ്യത്തെ മുറിയിൽ കയറിയ യുവാവ് ചിന്തിച്ചു, ഈ സ്ത്രീയെ പ്രാപിച്ചാൽ ചീത്തപ്പേര് വരുമെന്ന് ചിന്തിച്ച യുവാവ് അവിടെ നിന്നും ഇറങ്ങി സ്വർണ്ണമിരുന്ന മുറിയിൽ കയറി. ഇതെടുത്താൽ മറ്റുള്ളവർ എന്നെ കള്ളനെന്ന് വിളിക്കുമെന്ന് ചിന്തിച്ച യുവാവ് ലഹരി വെച്ചിരുന്ന മുറിയിൽ കയറി. ഇതത്ര പ്രശ്നമുള്ള കാര്യമല്ല. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന ചിന്തയോടെ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. പക്ഷേ ലഹരി ഉള്ളിൽ ചെന്നപ്പോൾ എല്ലാം മാറി മറഞ്ഞു. ആദ്യത്തെ മുറിയിൽ ചെന്ന് അയാൾ യുവതിയെ പ്രാപിച്ചു. 2ാമത്തെ മുറിയിലിരുന്ന് സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. ഒടുവിൽ അഴിക്കുള്ളിലുമായി. ചെറിയ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അത് അനർത്ഥത്തിലേക്ക് നയിച്ചു. അതുകൊണ്ടാണ് കാമന മഹാപാപത്തെ ഉണ്ടാക്കുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അതിയായ കാമനയെ ബദ്ധശത്രുവിനെ പോലെ കാണണമെന്നാണ് ഭഗവാൻ പറയുന്നത്. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കസ്യ വശേ പ്രാണിഗണഃ സത്യപ്രിയഭാഷിണോ വിനീതസ്യ ക്വ സ്ഥാതവ്യം ന്യായേ പഥി ദൃഷ്ടാദൃഷ്ടലാഭാഢ്യേ. കസ്യ വശേ പ്രാണിഗണഃ സത്യപ്രിയഭാഷിണോ വിനീതസ്യ ക്വ സ്ഥാതവ്യം ന്യായേ പഥി ദൃഷ്ടാദൃഷ്ടലാഭാഢ്യേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലിക വിശകലനം ചെയ്യുകയാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ. സദ്ബുദ്ധിയോട് കൂടിയവർക്ക് ഈ ജീവിതം ഉദ്വേഗം അഥവാ ഞെട്ടലുണ്ടാക്കുന്നത് എന്തുകൊണ്ട്? സകല ജീവജാലങ്ങളും ആർക്ക് വശീകൃതങ്ങളാണ് എന്നീ ചോദ്യങ്ങൾക്ക് ആചാര്യൻ നൽകുന്ന മറുപടിയാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് വിശദീകരിക്കുന്നത്. ഇവിടെ പ്രശ്നോത്തര രത്നമാലികയിൽ 19ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവസാനം നമ്മൾ കണ്ടത് 49ാമത്തെ ചോദ്യവും ഉത്തരവുമാണ്. ആർക്കായിക്കൊണ്ട് അഥവാ ആരെയാണ് ദേവന്മാർ നമസ്കരിക്കുന്നത്?
ആർക്കായിക്കൊണ്ട് ദേവന്മാർ നമസ്കാരങ്ങളെ ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. മറുപടി, ദയാപ്രധാനനായിക്കൊണ്ട് ദേവന്മാർ നമസ്കാരങ്ങളെ ചെയ്യുന്നു. അടുത്ത ചോദ്യം, കസ്മാദുദ്വേഗ സ്യാദ് സംസാരാരണ്യത സുധിയഃ. കസ്മാദ് ഉദ്വേഗ സ്യാദ്, എന്തിൽ നിന്നാണ് ഉദ്വേഗം ഉണ്ടാകുന്നത്? ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ഞെട്ടലാണ്. ഞെട്ടൽ. എന്തിനെയാണ് ഞെട്ടലോടുകൂടി നോക്കുന്നത്? എന്തിൽ നിന്നാണ് ഞെട്ടൽ ഉളവാകുന്നത്? അതാണ് ചോദ്യം. മറുപടി, സംസാരാരണ്യത സുധിയ. സുധിയ ശോഭനമായ ബുദ്ധിയോടൊത്തവർ സജ്ജനങ്ങൾ. സജ്ജനങ്ങൾ ഞെട്ടുന്നത് അല്ലെങ്കിൽ സജ്ജനങ്ങൾക്ക് ഉദ്വേഗം ഉണ്ടാകുന്നത് സംസാരാരണ്യത, സംസാരമാകുന്ന കൊടുങ്കാട്ടിൽ നിന്നാണ്. എൻ്റെ നിൻ്റെ എന്ന ഭ്രമങ്ങൾ, ശരീരാദ്യുപാധികളിൽ ഞാനെന്ന അഭിമാനം, ഇതെൻ്റെ കർമ്മം, ഇതിൻ്റെ ഫലം എനിക്ക് എന്നിത്യാദി അഹങ്കാര മമത്വങ്ങൾ, സർവോപരി ശരീര താതാത്മ്യം, ഇത് തന്നെയാണ് ഞാനെന്ന താതാത്മ്യം. ഈ അജ്ഞാന കാര്യങ്ങളോടൊക്കെ കൂടി ചേർന്ന് കർമ്മങ്ങളെ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ സംസ്കാരം നമ്മളിൽ ശേഖരിക്കപ്പെടുന്നു. അതിൽ നിന്ന് വാസന ആവിർഭവിക്കുന്നു. വാസനാപ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്യുന്നു. അതിന് വീണ്ടും സംസ്കാരം, വാസന. ഇങ്ങനെ കർമ്മചക്രം മുന്നോട്ട് കറങ്ങുമ്പോൾ, പ്രാരബ്ധം നശിക്കുമ്പോൾ പുതിയ ശരീരത്തെ സ്വീകരിക്കേണ്ടതായി വരും. ഇങ്ങനെ ദേഹത്തിൽ നിന്ന് ദേഹത്തിലേക്കുള്ള നിരന്തരമായ കറക്കം. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ക്രമത്തിലുള്ള ഗതി. അതുതന്നെയാണ് ഈ സംസാരം. സംസാരം ഗഹനമായതുകൊണ്ട്, തിരിച്ചറിവില്ലാത്ത വിധം ഇരുട്ട് നിറഞ്ഞതായതുകൊണ്ട് അതിനെ ആരണ്യമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്, വനമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരമാകുന്ന വനത്തിൽ നിന്ന് ഉദ്വേഗമുണ്ടാകുന്നു. ആർക്ക്? സുധിയഃ. സുധി, ശോഭനമായ ബുദ്ധിയോടുകൂടിയവർക്ക്, സദ്ബുദ്ധിയോടുകൂടിയവർക്ക് ഈ സംസാരമാണ് ഉദ്വേഗകരം എന്നർത്ഥം. കസ്യ വശേ പ്രാണിഗണ സത്യപ്രിയഭാഷിണോ വിനീതസ്യ ക്വസ്താതവ്യം ന്യായേ പഥി ദൃഷ്ടാദൃഷ്ടലാഭാഢ്യേ. കസ്യ വശേ പ്രാണിഗണ സത്യപ്രിയഭാഷിണോ വിനീതസ്യ ക്വസ്ഥാതവ്യം ന്യായേ പഥി ദൃഷ്ടാദൃഷ്ടലാഭാഢ്യേ. ഈ 20-ാമത്തെ ശ്ലോകം 51-ാമത്തെ ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. കസ്യ വശേ പ്രാണിഗണഃ. പ്രാണിഗണം, പ്രാണികളുടെ സമൂഹം. പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണൻ ആർക്കുണ്ടോ അയാളാണ് പ്രാണി. എല്ലാ ജന്തുക്കളും പ്രാണികളാണ്. എല്ലാ ജീവജാലങ്ങളും പ്രാണികളാണ്. കാരണം പ്രാണനുള്ളത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ജീവത്വം പ്രാണധാരണാത്. പ്രാണനെ ധരിക്കുന്നത് കൊണ്ടാണ് ജീവത്വം തന്നെ. അപ്പോൾ എല്ലാ പ്രാണികളുടെയും ഗണം, ഗണത്തിനവിടെ സമൂഹം എന്നുള്ള അർത്ഥം. സകല ജീവരാശിയും കസ്യ വശേ, ആരുടെ വശത്തിലാണ്, ആർക്കധീനമാണ്, അഥവാ ആർക്ക് എല്ലാ ജീവജാലങ്ങളെയും ആകർഷിക്കാൻ കഴിയും? ഇതാണ് ചോദ്യം. മറുപടി, സത്യപ്രിയഭാഷിണഃ വിനീതസ്യ. സത്യപ്രിയഭാഷിയും വിനീതനുമായവൻ്റെ, വിനീതസ്യ എന്ന് പറഞ്ഞാൽ വിനീതൻ്റെ, സത്യപ്രിയഭാഷിണഃ, സത്യപ്രിയഭാഷിയുടെ. സത്യപ്രിയഭാഷി എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറയുക. ആ പറയുന്നതാകട്ടെ പ്രിയമായ ഭാഷയിൽ പറയുക, കേൾക്കുന്നവർക്ക് പ്രിയം തോന്നിക്കുന്ന ഭാഷയിൽ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം വരാം. ഒരാൾ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ
ആ തെറ്റായ വഴിക്കുള്ള സഞ്ചാരത്തെ തിരുത്താൻ വേണ്ടി നമ്മൾ ഉപദേശിക്കുമ്പോൾ അയാൾക്കത് പ്രിയമാകുമോ? ചോദ്യം. അത് ഹിതമാണെന്നുള്ളത് ശരി തന്നെ, പക്ഷേ പ്രിയമാവില്ലല്ലോ. അയാൾക്ക് അതിനോട് വെറുപ്പല്ലേ ഉണ്ടാവുക നമ്മുടെ വാക്യങ്ങളോട്. മറുപടി, അത്തരം സന്ദർഭത്തിൽ പോലും ആര് കേൾക്കുന്നുവോ അവർക്ക് പ്രിയകരമാകുന്ന രീതിയിൽ പറഞ്ഞു ശീലിക്കണം. അങ്ങനെ സത്യത്തെ പ്രിയമായ രീതിയിൽ അഥവാ പ്രിയമായ ഭാഷയിൽ പറയുന്ന ആൾ, അയാളാണ് സത്യപ്രിയ ഭാഷീ. തസ്യ സത്യപ്രിയ ഭാഷിണ. അതുപോലെ വിനീതൻ, നമ്രതയോടൊത്തവൻ, വിനയത്തോടൊത്തവൻ, ദുരഹങ്കാരത്താൽ അഥവാ ഗർവിനാൽ മറ്റുള്ളവരെ ആദരിക്കാത്തവനല്ല. മറിച്ച് ആത്മാദരമുണ്ട്, തന്നിൽ ആദരമുണ്ട്, അതേ സമയത്ത് എല്ലാവരെയും ആദരിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു, താൻ നമ്രതയോടുകൂടിയിരിക്കുന്നു. അങ്ങനെ നമ്രതയോടുകൂടിയിരിക്കുന്ന ആളാണ് വിനീതൻ. അപ്പോൾ വിനീതനും സത്യപ്രിയ ഭാഷിയുമായ ആൾക്ക് എല്ലാവരും വശത്തിലായിരിക്കും, എല്ലാവർക്കും അയാൾ വേണ്ടപ്പെട്ട ആളായിരിക്കും, അയാൾ പ്രിയപ്പെട്ട ആളായിരിക്കും എന്ന് പറയുക ചെയ്യണത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.